ഇനി മറ്റൊരു കാഴ്ചയിലേക്ക് പോകാം. പിതാവിന്റെ ആസിഡ് ആക്രമണത്തിന് ഇരയായ മക്കൾക്ക് സുമനസ്സുകൾ സ്നേഹ വീട് ഒരുക്കി. അടിമാലി 1000 ഏക്കറിലാണ് സുമനസ്സുകളുടെ സ്നേഹത്താൽ സഹായത്താൽ ഒരു സ്നേഹ ഭവനം പണികഴിപ്പിച്ചത്. ഈ റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുൻപ് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഈ റിപ്പോർട്ടിലാകെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ സ്നേഹ ഭവനത്തിന്റെ കാഴ്ചകൾ മാത്രമാണ്. ഈ കുഞ്ഞുങ്ങളുടെ സ്വകാര്യത മാനിച്ച് അവരുടെ ദൃശ്യങ്ങൾ ഒന്നും തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പോയ കാലത്തെ പൊള്ളുന്ന ഓർമ്മകളിൽ നിന്ന് നിജിതയുടെ മക്കൾ സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും പുതിയ വീട്ടിലേക്ക് നടന്നു കയറി. 2022 കണ്ണൂരിൽ ഭർത്താവിന്റെ ആസിഡാക്രമണത്തിൽ നിജിത മരണപ്പെടുന്നത്. ആസിഡാക്രമണത്തിൽ നിജിതയുടെ മകൾക്കും പൊള്ളലേറ്റിരുന്നു. പാരമ്പര്യ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരികെ കയറ്റിയ ജോർജ് ഫിലിപ്പ് വൈദ്യർ തന്നെയാണ് വീട് നിർമ്മാണത്തിനായി 5 സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയത്. ഒടുവിൽ 1000 ഏക്കറിലെ ഈ സ്ഥലത്ത് സ്നേഹഭവനം ഒരുങ്ങി. സ്നേഹ വീടുകളുടെ പലതിൻ്റെയും താക്കോൽദാന ചടങ്ങുകളിൽ നമ്മൾ സംബന്ധിക്കാറുണ്ട്. പക്ഷേ അതിനേക്കാളെല്ലാം മെച്ചപ്പെട്ട മനോഹരമായ ഭംഗിയുള്ള വൃത്തിയുള്ള ഉറപ്പുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വീട് വളരെ നന്നയ്ക്കും സഹോദരനും വല്യമ്മയ്ക്കുമായിട്ട് നിർമ്മിച്ചു നൽകി എന്ന നിർമ്മാണ കമ്മിറ്റി. ഇടുക്കി രൂപത മെത്രാൻ ജോൺ നെല്ലിക്കുന്നേൽ സ്നേഹവീടിന്റെ ആശീർവാദം നിർവഹിച്ചു. നിലവിൽ നിജിതയുടെ മകൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനിയാണ്. സഹോദരൻ വയനാട്ടിൽ പഠിക്കുകയാണ്. വൈദ്യർക്കൊപ്പം നിജിതയുടെ മകൾ പഠിക്കുന്ന സ്കൂളിന്റെ കൂടി നേതൃത്വത്തിലാണ് സ്നേഹവീട് ഒരുങ്ങിയത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. നിതിൻ തോമസ് ചേരുന്നുണ്ട് തത്സമയം. നിതിൻ, ഈ പോയ കാലത്തിന്റെ ഓർമ്മകളിൽ നിന്ന് ആ കുഞ്ഞുങ്ങൾക്ക് മോചിതരാകേണ്ടതുണ്ട്. അപ്പോൾ അതിനായി നാട്ടുകാരൊക്കെ ഒന്നിച്ച് ഒരു സ്നേഹഭവനം ഒരുക്കി. ഇനിയിപ്പോൾ സ്നേഹഭവനത്തിന്റെ തണലിൽ അവർ കഴിഞ്ഞ കാലത്തിന്റെ ഒരു മോശം ഓർമ്മകളെല്ലാം മറന്ന് സന്തോഷത്തോടെ ജീവിക്കട്ടെ അല്ലേ? 2022 എന്ന വർഷം നിജിതയുടെ മക്കളെ സംബന്ധിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു കറുത്ത അധ്യായമാണ്. അവരുടെ പിതാവിൽ നിന്നും ഒരു ക്രൂരമായ ആക്രമണം നേരിടുകയാണ്. നിജിതയ്ക്കും മക്കൾക്കും നേരെ പിതാവ് ആസിഡ് വെച്ച് ആക്രമിക്കുകയാണ്. അപ്പോൾ ആ ആക്രമണത്തിൽ നിജിത മരണപ്പെടുകയും അതുപോലെ തന്നെ മകൾക്ക് പൊള്ളലേൽക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ഈ 3 വർഷം കൊണ്ട് ഇവർ ഈ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് മകൾക്ക് പൊള്ളലേറ്റത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കുന്നു. അടിമാലിയിലുള്ള ഒരു വൈദ്യന്റെ അടുത്താണ് ചികിത്സ നടക്കുന്നത്. പാരമ്പര്യമായ ചികിത്സകളാണ് നടത്തുന്നത്. ജോർജ് ഫിലിപ്പ് എന്ന വൈദ്യർ ചികിത്സിച്ച് ഭേദമാക്കുന്നു. മകൾ ഇപ്പോൾ അടിമാലിയിൽ തന്നെയുള്ള ഒരു സ്കൂളിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനിയാണ്. മകനാകട്ടെ വയനാട്ടിലൊരു സ്കൂളിൽ പഠിക്കുകയാണ്. ഇവർക്ക് തുണയായി നിൽക്കുന്നത് ഒരു വല്യമ്മ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇവർ 3 പേരും ജീവിതത്തിലേക്ക് തിരികെ വന്നെങ്കിലും ഇവർക്ക് കയറി കിടക്കാൻ ഒരു കൂരയില്ല എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിട്ട് ഒരിക്കലും എന്താ പറയുക, ഒരു ബാലികേറ മല എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ഇവർക്ക് കയറി കിടക്കാൻ ഒരു കൂരയില്ല. ഇത് മനസ്സിലാക്കിയ കുറെ സുമനസ്സുകൾ ഒത്തുചേരുകയാണ്. അപ്പോൾ ഇവർക്ക് വീട് വെക്കാനായിട്ട് സ്ഥലം, ഈ മകളെ ചികിത്സിച്ച ജോർജ് ഫിലിപ്പ് വൈദ്യർ തന്നെ ഒരു 5 സെന്റ് സ്ഥലം അടിമാലിയിൽ ഇവർക്ക് വിട്ടു നൽകുന്നു. പിന്നീട് ഈ മകൾ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകര്, പേരൻസ്, മറ്റു കുട്ടികള്, ഇവരെല്ലാവരും, അതുപോലെ തന്നെ ആ നാട്ടിലെ സുമൻസുകള്, ഇടുക്കി രൂപത, അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ആ നാട്ടിലെ എല്ലാ സുമനസ്സുകളും കൂടെ ചേർന്ന് ഇവർക്ക് വേണ്ടിയിട്ടൊരു സ്നേഹ കൂടൊരുക്കി, അല്ലെങ്കിൽ ഒരു സ്നേഹ വീടൊരുക്കി എന്ന് നമുക്ക് പറയാം.